Hello everyone, welcome back to my YouTube channel. I am your travel companion. Good message by Juvi. ഓരോ ക്രിസ്മസും സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും പ്രതീകമാണ്. ഓരോ ക്രിസ്മസ് നമ്മൾ ആലോചിക്കുമ്പോഴും നമുക്ക് ഒത്തൊരുമയുടെയും സന്തോഷത്തിൻ്റെയും നാളുകളാണ് നമ്മൾ നമ്മിലേക്ക് വരുന്നത്. പണ്ട് കാലത്ത് സ്കൂളിൽ ക്രിസ്മസ് ആകുമ്പോൾ ഓരോ ദിവസവും 25-ാം തീയതി വരെ ക്രിസ്മസിന് ഒരുക്കമായി ഓരോ ദിവസവും ഓരോ സുഹൃത ജപവും ഓരോ പ്രാർത്ഥനകളും ചെല്ലാനും നമുക്ക് അവിടെ നോട്ടീസ് ബോർഡിൽ ഇടും. അത് നമ്മൾ പിന്തുടരും. അങ്ങനെ ഉണ്ണിയേശുവിനായി മാലയും ഉണ്ണിയേശുവിനായി പട്ടുമെത്തയും ഉണ്ണിയേശുവിനായി തലയിണയും ഉണ്ണിയേശുവിനായി ഒരു പുൽക്കൂടും ഉണ്ണിയേശുവിനായി സർവവും നമുക്ക് നൽകുന്നതിനായി ഓരോ സുഹൃത ജപവും ഓരോ സൽപ്രവൃത്തികളും ഓരോ ത്യാഗവും നമ്മൾ ചെയ്യാറുണ്ട്. നിങ്ങളും അങ്ങനെ ചെയ്തിട്ടുണ്ടോ? അതുപോലെ തന്നെ നമ്മൾ ക്രിസ്മസിന് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ പുൽക്കൂട് മത്സരം ഉണ്ടാകും. പലതരം രീതിയിൽ മണ്ണ് കൊണ്ടോ വൈക്കോൽ കൊണ്ടോ അതുപോലെ തന്നെ പല കാര്യങ്ങൾ കൊണ്ടോ നമ്മുടെ പുൽക്കൂട് എത്രത്തോളം മെച്ചപ്പെടാൻ ഓരോരുത്തരും പരിശ്രമിക്കാറുണ്ട്. അതിന് തന്നെ വളരെ മുന്നേ തന്നെ അതിനുള്ള ഒരുക്കങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്. അതുപോലെ ഓരോ കുടുംബ യൂണിറ്റുകളിലെ വീടുകളും തമ്മിൽ പുൽക്കൂട് മത്സരം, ക്രിബിൻ്റെ മത്സരങ്ങൾ ഉണ്ടാകാറുണ്ട്. എത്ര മനോഹരമായ നാളുകൾ അല്ലേ? ഇപ്പോഴും അങ്ങനെ ഓരോ മത്സരങ്ങൾ നടക്കാറുണ്ട്. അതെ, ക്രിസ്മസ് സന്തോഷത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒരു ഓർമ്മ പുതുക്കലാണ്. നമുക്ക് നമ്മുടെ ഉണ്ണിയേശുവിനെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കാം. അതിനായി നമുക്ക് തയ്യാറെടുക്കാം. ക്രിസ്മസ് ദിനത്തോടനുബന്ധിച്ച് ഡേ 22-ൽ ഇന്ന് നമ്മൾ അനുസ്മരിക്കുന്ന ബൈബിൾ വചനം ഇതാണ്. ജോൺ 3:16. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യം. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. അതെ, നമ്മുടെ സ്നേഹപിതാവായ ദൈവം, നമ്മുടെ രക്ഷകനായ ദൈവം തൻ്റെ സ്വപുത്രനെ നമുക്ക് വേണ്ടി, ലോകത്തിന് വേണ്ടി ഇതാ നൽകിയിരിക്കുന്നു. ഇതിൽ പരം എന്ത് സ്നേഹമാണ് നമുക്ക് നൽകാനുള്ളത്? നമുക്ക് നമ്മുടെ മക്കളെ എത്ര പ്രിയപ്പെട്ടവരാണ്. അതുപോലെ നമ്മുടെ സ്നേഹപിതാവായ ദൈവത്തിനും തൻ്റെ ഏകജാതനായ യേശു എത്ര പ്രിയപ്പെട്ടതായിരിക്കും. എങ്കിലും നാം ഓരോരുത്തർക്കു വേണ്ടി നമ്മുടെ ദൈവം നമുക്ക് യേശുവിനെ നൽകി. നമുക്ക് ക്രിസ്മസ് എന്ന് നമ്മൾ ഓർക്കുമ്പോൾ നമ്മുടെ രക്ഷകനായ ദൈവത്തിൻ്റെ, നമ്മുടെ ദൈവപിതാവിൻ്റെ സ്നേഹത്തെപ്പറ്റി നമുക്ക് ആലോചിക്കാം. അതുപോലെ തന്നെ നമ്മുടെ മാതാപിതാക്കളെയും നമുക്ക് ഓർക്കാം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടി എന്തു ത്യാഗം സഹിച്ചും നമ്മെ സ്നേഹിച്ചും ഏത് പ്രശ്നങ്ങളിലും നമ്മോടൊപ്പം ഉണ്ടാകുന്ന നമ്മുടെ മാതാപിതാക്കളെ നമുക്ക് നമ്മുടെ ഒപ്പം ചേർത്ത് നിർത്താം, അവരെ സ്നേഹിക്കാം. അതുപോലെ തന്നെ ത്യാഗത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും പ്രതീകമായ ക്രിസ്മസിൽ നമുക്ക് എല്ലാവരെയും നമുക്ക് സ്നേഹിക്കുകയും നമ്മോടൊപ്പം ചേർത്ത് നിർത്തുകയും ചെയ്യാം. അങ്ങനെ
നമ്മുടെ സ്നേഹപിതാവായ ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് ലോകമെമ്പാടുമുള്ള ഓരോ വ്യക്തികളിലും നമുക്ക് പ്രകടിപ്പിക്കാം. ക്രിസ്മസിൻ്റെ സന്ദേശം അതായിരിക്കട്ടെ. സ്നേഹമാണ് സർവ്വതും. എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ അറിയിക്കുമല്ലോ. അതിനായി നിങ്ങൾ കമൻറ്റിലൂടെ നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളും ഏതൊക്കെ തരത്തിലുള്ള വീഡിയോകളാണ് നിങ്ങൾക്കിഷ്ടമെന്നും നിങ്ങൾ രേഖപ്പെടുത്തുമല്ലോ. താങ്ക് യു. ബൈ.